നമസ്കാരം, വെൽക്കം ടു രജീഷ് കിച്ചൺ ആൻഡ് വ്ലോഗ്. രജീഷ് കിച്ചൺ ആൻഡ് വ്ലോഗിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതം. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് ചിക്കന്റെ ഒരു വെറൈറ്റി കറിയാണ്, ചിക്കൻ ജിഗ. ചിക്കൻ ജിഗ എങ്ങനെ തയ്യാറാക്കാം എന്നുള്ളത് നമുക്ക് വീഡിയോ കാണാം. അപ്പോൾ അതിനു മുമ്പായിട്ട് നിങ്ങൾ ഇതുവരെയും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. കൂടാതെ ബെൽ ഐക്കൺ കൂടി ഒന്ന് എനേബിൾ ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഞാനിടുന്ന വ്യത്യസ്തങ്ങളായ പുതിയ പുതിയ വീഡിയോകൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി കിട്ടുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് സമയം കളയേണ്ട, ചിക്കൻ ജിഗ എങ്ങനെ തയ്യാറാക്കാം എന്നുള്ളത് വീഡിയോ കാണാം. അപ്പോൾ നമുക്ക് ചിക്കൻ ജിഗ തയ്യാറാക്കാനുള്ള ഇൻഗ്രീഡിയൻസ് ഒക്കെ ഒന്ന് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ നമുക്ക് ചിക്കൻ ജിഗ തയ്യാറാക്കാനുള്ള ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഇവിടെ ഞാനൊരു 3 മീഡിയം സൈസ് തക്കാളി എടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ 3 വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്. ഒരു 200 ഗ്രാം കൊച്ചുള്ളിയും 2 സവാളയും എടുത്തിട്ടുണ്ട്. ഒരു 3 പീസ് കറുകപ്പട്ട, അതുപോലെ നമ്മുടെ കറിക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ്, പിന്നെ ഒരു 1/4 സ്പൂണ് ഉലുവ എടുത്തിട്ടുണ്ട്. 1 ടീസ്പൂണ് മഞ്ഞൾപ്പൊടി കൂടെ എടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ 2 തക്കോലവും അതുപോലെ 2 ഏലക്കയും എടുത്തിട്ടുണ്ട്. പിന്നെ കറുവപ്പട്ടയുടെ 2 ഇല എടുത്തിട്ടുണ്ട് നമ്മൾ. കൂടാതെ ഒരു 7 വറ്റൽമുളകും, പിന്നെ നമ്മൾ ഒരു 800 ഗ്രാമുള്ള ഫ്രഷ് ചിക്കനാണ് ഇത് തയ്യാറാക്കാൻ വേണ്ടി ഇവിടെ എടുത്തിട്ടുള്ളത്. കൂടാതെ നമ്മളൊരു 20 പച്ചമുളകും ഒരു പഴുത്ത നാരങ്ങ നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ 1 ടീസ്പൂണ് കടുക് എടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരു 200 ഗ്രാം ഇഞ്ചി നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. കൂടാതെ നമ്മൾ ഒരു 4 ഇതിൽ കറിവേപ്പിലയും കുറച്ച് മല്ലിയില എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതെങ്ങനെ തയ്യാറാക്കാൻ നോക്കാം. ആദ്യമായിട്ട് ഞാനൊരു ഫ്രൈ പാൻ എടുത്തിട്ടുണ്ട്. അതിൻ്റെ ഫ്ലെയിം നമ്മളൊന്ന് ഓൺ ചെയ്ത് കൊടുക്കുകയാണ്. ഇനി നമുക്കതിലേക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ നമ്മുടെ എണ്ണയൊക്കെ നന്നായിട്ട് ചൂടായി വന്നിട്ടുണ്ട്. ഇനി നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന കടുക് അതിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ നമ്മുടെ കടുകൊക്കെ നന്നായിട്ട് പൊട്ടി വന്നിട്ടുണ്ട്. ഇനി നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന കറിവേപ്പില കൂടി നമുക്ക് അതിലേക്കൊന്ന് ഇട്ട് കൊടുക്കാം. അപ്പോൾ നമ്മുടെ കറിവേപ്പിലയൊക്കെ നന്നായിട്ടൊന്ന് മൂത്ത് തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്കതിലേക്ക് നമ്മുടെ വറ്റൽമുളക് കൂടി ചേർത്ത് കൊടുക്കാം. അപ്പോൾ അതിനെ ഒന്ന് നമ്മൾ ചെറുതായിട്ട് ഇളക്കി കൊടുക്കുക. ഇനി നമുക്ക് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന ഉലുവ കൂടി അതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് ഉലുവ ചെറുതായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അടുത്തതായിട്ട് നമുക്ക് അതിലേക്ക് നമ്മുടെ തക്കോലവും ഏലക്കയും കൂടെ ചേർത്ത് കൊടുക്കാം. കൂടെ തന്നെ നമുക്ക് നമ്മുടെ കറുവാപ്പട്ടയുടെ ഇല കൂടി നമുക്ക് അതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന നമ്മുടെ കറുകപ്പട്ട സിന്നമൺ സ്റ്റിക്കും കാസിയ സ്റ്റിക്കുമാണ് എടുത്തിട്ടുള്ളത്. 3 പീസുണ്ട്. അതും കൂടെ നമുക്കതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് ചൂടായി വരുന്നവരേക്കൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം.
ഇനി നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന നമ്മുടെ ഇഞ്ചി നമുക്ക് അതിലേക്ക് ചേർത്ത് കൊടുക്കാം. കൂടെ തന്നെ നമുക്ക് നമ്മുടെ വെളുത്തുള്ളി കൂടി ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇനി ഇത് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. ഇതിൻ്റെ ഒരു കളറൊക്കെ മാറി നല്ലൊരു ബ്രൗൺ കളർ വരുന്നവരെ നമുക്കിത് ഇളക്കി കൊടുക്കേണ്ടതായിട്ടുണ്ട്. കുറച്ച് സമയം പിടിക്കും ഇതൊന്ന് ഫ്രൈ ആയി വരാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമ്മുടെ വെളുത്തുള്ളി ഇഞ്ചിയൊക്കെ ഒന്ന് മൂത്ത് വന്നിട്ടുണ്ട്. അയ്യോ, ഇപ്പം നല്ല ബ്രൗൺ കളറൊക്കെ ആയിട്ട് നമ്മുടെ വെളുത്തുള്ളി ഇഞ്ചിയൊക്കെ മാറിയിട്ടുണ്ട്. ഇനി നമുക്കതിലേക്ക് നമ്മുടെ കൊച്ചുള്ളിയും സവാളയും കൂടെ കട്ട് ചെയ്ത് വെച്ചേക്കുന്നത് ചേർത്ത് കൊടുക്കാം. ഇനി ഈ കൊച്ചുള്ളിയും സവാളയും ഇതുപോലെ തന്നെ നല്ലൊരു ബ്രൗൺ കളർ വരുന്നവരെ നമുക്കിത് ഇളക്കി കൊടുക്കേണ്ടതായിട്ടുണ്ട്. ഇപ്പോൾ നമ്മുടെ സവാളയും നമ്മുടെ ഇഞ്ചിയും വെളുത്തുള്ളിയും ഒക്കെ നല്ല ബ്രൗൺ കളറായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് നമ്മളെടുത്ത് വെച്ചിരിക്കുന്ന പച്ചമുളക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇനി നമുക്ക് ഈ പച്ചമുളകൊക്കെ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. കൂടാതെ നമുക്ക് എടുത്ത് വെച്ചിരിക്കുന്ന തക്കാളി കൂടി നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം. നല്ല പഴുത്ത തക്കാളിയാണ് ഞാൻ ഇതിന് വേണ്ടി എടുത്തിട്ടുള്ളത്. പഴുത്ത തക്കാളിയാണ് ഏറ്റവും ബെറ്റർ. ഇനി നമുക്ക് തക്കാളി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഈ തക്കാളിയുടെ തൊലിയും അതുപോലെ തന്നെ ആ മാംസമൊക്കെ ഒന്ന് നന്നായിട്ട് വെന്ത് വരുന്നവരെ നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. ഇപ്പോൾ അതൊക്കെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമ്മുടെ കറിക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് നമുക്കതിലേക്ക് ചേർത്ത് കൊടുക്കാം. അവരവരുടെ ടേസ്റ്റിനനുസരിച്ചുള്ള ഉപ്പ് നിങ്ങൾക്ക് ചേർത്ത് കൊടുക്കാവുന്നതാണ്. അപ്പോൾ നമുക്ക് ഇത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഇനി നമ്മൾ ഇതിലേക്ക് നമ്മളെടുത്ത് വെച്ചിരിക്കുന്ന മഞ്ഞപ്പൊടി നമുക്ക് ചേർത്ത് കൊടുക്കാം. ഈ മഞ്ഞപ്പൊടിക്ക് ചെറിയൊരു പച്ച മണമുണ്ട്. അപ്പോൾ ഈ പച്ച മണം മാറുന്നത് വരെ നമ്മൾ ഈ മഞ്ഞപ്പൊടി ഒന്ന് മൂപ്പിച്ചെടുക്കണം. അതിന് ചെറിയ ഒരു ഫ്ലെയിമിൽ വെച്ചിട്ടാണ് നമ്മൾ അതിനെ മൂപ്പിച്ചെടുക്കേണ്ടത്. ഇപ്പോൾ നമ്മുടെ മഞ്ഞപ്പൊടിയൊക്കെ നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട്. ഇനി നമ്മളെടുത്ത് വെച്ചിരിക്കുന്ന മല്ലിയില നമുക്ക് കട്ട് ചെയ്ത് അതിലേക്കൊന്ന് വിതറി കൊടുക്കാം. ഈ മല്ലിയിലയുടെ ടേസ്റ്റ് എന്ന് പറഞ്ഞാൽ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ എന്ത് കറി ഉണ്ടാക്കിയാലും മല്ലിയില ഉപയോഗിക്കാറുണ്ട്. ആ ഒരു ചെറിയ തീയിൽ മല്ലിയില വാടി വന്ന ഒരു വെറൈറ്റി ടേസ്റ്റ് തന്നെയാണ്. അപ്പോൾ ഇനി നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന നാരങ്ങ നമുക്കിതിലേക്ക് നന്നായിട്ടൊന്ന് പിഴിഞ്ഞൊഴിച്ച് കൊടുക്കാം. നാരങ്ങ നീരൊഴിച്ച് കഴിഞ്ഞാൽ ഒരു പ്രത്യേക ടേസ്റ്റാണ് ആ കറിക്ക് ഉണ്ടാവുന്നത്. ഇപ്പോൾ നമ്മുടെ ഗ്രേവിയൊക്കെ ഏതാണ്ട് നന്നായിട്ട് പരുവായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് നമുക്കുള്ള കറിക്ക് ആവശ്യമായിട്ടുള്ള വെള്ളം നമുക്ക് ഒഴിച്ചു കൊടുക്കാം. ഒരുപാട് വെള്ളം ഒഴിക്കേണ്ട ആവശ്യമില്ല, കുറച്ച് വെള്ളം മതി. കാരണം ഇതൊരു തിക്കായിട്ടിരിക്കുന്നൊരു കറിയാണ്. ഇപ്പോൾ നമ്മുടെ കറിയൊക്കെ നന്നായിട്ട് തിളച്ച് വരുന്നുണ്ട്. ഇനി നമുക്കിതിലേക്ക് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ചിക്കനും കൂടെ നമുക്ക് ചേർത്ത് കൊടുക്കാം. ഞാനൊരു 800 ഗ്രാമുള്ള ഫ്രഷ് ചിക്കനാണ് ഇതിന് വേണ്ടിയിട്ട് എടുത്തിട്ടുള്ളത്. ഇനി നമുക്കത് അതിലേക്ക് ഇട്ടിട്ട് കുറച്ച് ഗ്രേവിയൊക്കെ ഒന്ന് ചിക്കനൊക്കെ ഒന്ന് മുങ്ങിക്കിടക്കുന്ന രീതിയിലേക്ക് നമുക്കൊന്ന് മാറ്റി കൊടുക്കാം. അയ്യോ, നമ്മുടെ ചിക്കനൊക്കെ അത്യാവശ്യം കുക്കായി വന്നിട്ടുണ്ട്. നമ്മുടെ കറിയൊക്കെ തിളയ്ക്കുന്ന നമുക്ക് കാണാൻ പറ്റും. നല്ല ടൈറ്റായിട്ടുള്ളൊരു ഗ്രേവിയൊക്കെയാണ് ഈ കറിക്ക് വരുന്നത്. നമ്മൾ ഒരുപാട് ലൂസാക്കിയല്ല ഈ കറി ഉണ്ടാക്കുന്നത്. അപ്പോൾ നമ്മുടെ ചിക്കനൊക്കെ നന്നായിട്ട് വെന്ത് റെഡിയായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മളെടുത്ത് വെച്ചിരിക്കുന്ന മല്ലിയില ബാക്കി നമുക്കതിലേക്ക് ഒന്ന് ഇട്ട് കൊടുക്കാം. അപ്പോൾ നമ്മുടെ ചിക്കൻ ജിഗ തയ്യാറായി കഴിഞ്ഞു. ഇനി നമുക്ക് നമ്മുടെ ഫ്ലെയിം ഓഫ് ചെയ്യാം. അപ്പോൾ ജിഞ്ചറിൻ്റെയും ഗാർലിക്കിൻ്റെയൊക്കെ ഒരു ഫ്ലേവർ ഇതിന് വരുന്നതുകൊണ്ടാണ് ചിക്കൻ ജിഗ എന്ന് നമ്മളിതിന് പേരിട്ടിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ ചിക്കൻ ജിഗ റെഡി ആയി കഴിഞ്ഞു. കിച്ചൺ ടേസ്റ്റ് ആണ്, ഒരു വെറൈറ്റി ടേസ്റ്റ് ആണ്. നിങ്ങൾ ഇത് ഇതുവരെ കഴിച്ചിട്ടുണ്ടാവില്ല. മുളക് പൊടിയും മല്ലിപ്പൊടിയും ഒന്നും ചേർക്കാതെയാണ് ചിക്കൻ തയ്യാറാക്കിയിരിക്കുന്നത്. അപ്പൊ തീർച്ചയായിട്ടും നിങ്ങൾ ഇതൊന്ന് പരീക്ഷിച്ചു നോക്കുക. വളരെ വ്യത്യസ്തമായ ഒരു ടേസ്റ്റ് ആണ് ഇതിൽ കിട്ടുന്നത്. നമ്മുടെ തക്കാളിയുടെയും അതുപോലെ പച്ചമുളക്, ഇഞ്ചി, വെളുത്തുള്ളി, ഈ സാധനങ്ങളുടെ ഒക്കെ ഒരു ഫ്ലേവറാണ് നമുക്ക് ആ ചിക്കൻ കഴിക്കുമ്പോൾ ഉണ്ടാകുന്നത്. പിന്നെ നാരങ്ങ നീരിന്റെ ഒക്കെ ഒരു ചെറിയ പുളിപ്പും വളരെ വെറൈറ്റി ആയിട്ടുള്ള ഒരു സൂപ്പർ ഒരു ഡിഷാണത്. അപ്പൊ തീർച്ചയായിട്ടും നിങ്ങൾ ഈ ഡിഷ് ഒന്ന് പരീക്ഷിച്ച് നോക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഈ വീഡിയോ ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ എന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ബെൽ ഐക്കൺ കൂടി ഒന്ന് എനേബിൾ ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഞാനിടുന്ന ഇതുപോലുള്ള വ്യത്യസ്തങ്ങളായ പുതിയ പുതിയ വീഡിയോകൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി കിട്ടുന്നതായിരിക്കും. അപ്പോൾ അടുത്തൊരു വീഡിയോ കാണുന്നവരേക്കും ഗുഡ് ബൈ.